ഹെൽത്തി റിലേഷൻഷിപ്പിൽ വളരെ 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ഇപ്പോൾ 3 ഗോൾഡൻ റൂൾസ് എന്നൊക്കെ പറയാം. പോയിന്റ് നമ്പർ 1 ഈസ് യു നീഡ് ടു ട്രസ്റ്റ് യുവർ പാർട്ട്ണർ. ഒരു ട്രസ്റ്റ് ഇല്ലാതെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റില്ല. ആൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻ എ വേ റിലേഷൻഷിപ്പിൽ ബ്ലൈൻഡ് ട്രസ്റ്റ് തന്നെ വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർ ആരോട് സംസാരിക്കുന്നു, എങ്ങനെ ചെയ്യുന്നു, എല്ലാം നോക്കിക്കണ്ട് എല്ലാത്തിനെയും പ്രൂഫ് കിട്ടിയിട്ട് പിന്നെ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പോകുന്നില്ല. സോ യു ആർ ഇൻ റിലേഷൻഷിപ്പ് വിത്ത് എ പേഴ്സൺ, നിങ്ങളൊരു പരിധി വരെ നിങ്ങൾ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്തതിൽ പറ്റുവാണ്. ഓക്കെ, നിങ്ങളുടെ ട്രസ്റ്റിനെ ബ്രേക്ക് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടുവെങ്കിൽ ദെൻ യു ഹാവ് ദ റൈറ്റ്, യു ക്യാൻ ആസ്ക് ദം, നോട്ട് ഇൻവെസ്റ്റിഗേറ്റ്, യു ക്യാൻ ആസ്ക് ദം വാട്ട് ഇസ് ദ പ്രോബ്ലം എന്നുള്ളത്. സോ യെസ്, ട്രസ്റ്റ് ഇൻ യുവർ പാർട്ട്ണർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് ഷോയിങ് എമ്പതി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മളെപ്പോഴും സെൽഫ് സെൻറ്റേഡ് ആണ്, ഹ്യൂമൻസ് ആർ സെൽഫ് സെൻറ്റേഡ്, നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഫീലിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പാർട്ട്ണറിൻ്റെ അടുത്തേക്ക് അതെങ്ങനെ ലാൻഡ് ചെയ്യുന്നതും കൂടെ നമ്മൾ നോക്കണം. അപ്പം എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അത് നിങ്ങളുടെ ഉള്ളിലേക്ക് എന്ത് മുറിവ് ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ ബോധേഡല്ല എങ്കിൽ, അതും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങളത് എങ്ങനെ കാണുന്നു എന്നുള്ളതിൽ ഞാൻ ബോധേഡല്ല എങ്കിൽ ആ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്തില്ല. അതിൻ്റെ ഒപ്പം തന്നെ എമ്പതിയുടെ കാര്യമായിട്ട് ഞാൻ പറയട്ടെ, എൻ്റെ പാർട്ട്ണർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും സാധിക്കും. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പോയിന്റ് നമ്പർ 3 ഈസ് ഹെൽത്തി ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്തും പറഞ്ഞ് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് നീങ്ങത്തുള്ളൂ. സോ യു കനോട്ട് മൂവ് ഫോർവേഡ് അൺലെസ് യു ആർ ഫ്രണ്ട്സ് വിത്ത് യുവർ പാർട്ട്ണർ. നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനോ, ഇന്നത്തെ എൻ്റെ ദിവസം ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ സംസാരിച്ച ആൾക്കാർ ഇങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, തുറന്ന് പറയാനൊരു സേഫ്റ്റിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യത്തുള്ളൂ.